ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഏറ്റവും സിമ്പിളാകുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതിൽ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഫംഗ്ഷനിലെ ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ്. നമുക്കറിയാം ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലോട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂസിനെ പറയുന്നവരാണ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെറുതെ ഒരു റിയൽ ലൈഫ് ഒരു എക്സാമ്പിൾ വെറുതെ പറയുകയാണെങ്കിൽ, ഒരു കോഫി മേക്കർ ആണെങ്കിൽ ആ കോഫി മേക്കറിലോട്ട് നമുക്ക് അതിലോട്ട് ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടത് മിൽക്ക് കൊടുക്കണം, വാട്ടർ കൊടുക്കണം, ഷുഗർ കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ കോഫി പൗഡർ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിലോട്ട് സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആ കോഫി മേക്കർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കോഫി മേക്ക് ചെയ്യുള്ളൂ. അപ്പം അങ്ങോട്ട് ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെ പാരാമീറ്റേഴ്സ് നമ്മളൊന്നുമില്ല. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അവിടെ ആർഗ്യുമെൻറ്റ്സ് പാരാമീറ്റേഴ്സ് എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ്റെ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്തും അത് പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ ബ്രാക്കറ്റിലാണ്, അല്ലെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്കവിടെ ബ്രാക്കറ്റിനകത്ത് വോയിഡ് എന്ന് എഴുതിയാലും കറക്റ്റാണ്, ഒന്നും കൊടുക്കാതിരുന്നാലും കറക്റ്റാണ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വോയിഡ് ഒന്നും എഴുതണ്ട, അപ്പോൾ അത് വിട്ടുതരാം. അപ്പോൾ നമുക്കവിടെ ഒരു വാല്യൂ നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എംപ്റ്റി ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോഫി മേക്കറിനെ സംബന്ധിച്ച് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? കോഫി ആയിരിക്കും അല്ലേ, റിട്ടേൺ ചെയ്യുന്നത് കോഫി ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം വിചാരിക്കാം, ആ കോഫി മേക്കറിൽ കോഫി മേക്ക് ചെയ്യുന്നുണ്ട്, ഒരു വലിയ കോഫി മേക്കറാണെന്ന് ചോദിച്ചു. നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം, കോഫി നമുക്ക് കൺസ്യൂം, അല്ലെങ്കിൽ നമുക്ക് കാപ്പി കുടിക്കാവുന്നൊരു മെഷീനാണെന്ന് വിചാരിച്ചു. വലിയ മെഷീൻ, നമുക്ക് കയറി ഇരുന്ന സീറ്റൊക്കെ ഉണ്ട്, അവിടെ നിന്ന് തന്നെ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്തല്ല തിരിച്ചൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അതെന്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കോഫി മേക്കർ ആണെങ്കിൽ അവിടെ റിട്ടേൺ ടൈപ്പിൻ്റെ കാര്യമില്ല. ഒരു കപ്പ് ഉണ്ട്, ആ കപ്പ് നമുക്ക് എങ്ങോട്ടും തിരിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതിൽ റിട്ടേൺ ചെയ്യേണ്ട ഒരു കാര്യവും വരുന്നില്ല. അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാലും വോയിഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫംഗ്ഷനിലോട്ട് ഒരു വാല്യൂസ് ഒന്നും സപ്ലൈയും ചെയ്യുന്നില്ല, ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോൾ തന്നെ ഫംഗ്ഷൻ എന്തായി? ഏറ്റവും സിമ്പിളായി. പിന്നെ ആ ഫംഗ്ഷന് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുന്നത് നിങ്ങളുടെ നെയിം ഡിസ്പ്ലേ ചെയ്യാനാണ്. അത് വെറുതെ C++ ആയതുകൊണ്ട് സി ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് കൊടുക്കുക, അതിൻ്റെ ഒപ്പം നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുക്കുക, അല്ലെ രണ്ട് ലെസ് ദാൻ സിമ്പിൾ കൊടുക്കുക, എന്നിട്ട് ഡബിൾ കോട്ട്സിൽ ജസ്റ്റ് ഡിസ്പ്ലേ യുവർ നെയിം, നിങ്ങളുടെ പേര് മാത്രം എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഫംഗ്ഷനാണ് നിങ്ങളുടെ നെയിം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഒന്നും ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് എംപ്റ്റി ആയിരിക്കും. പിന്നെ റിട്ടേൺ ടൈപ്പ് ഇല്ല, റിട്ടേൺ ടൈപ്പ് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജീനി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ നെസസറി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് സി ഔട്ട് സ്ട്രീം ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം അല്ലേ. അതുകൊണ്ട് നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ IO സ്ട്രീം ഹെഡർ ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ഈ IO സ്ട്രീം ഹെഡർ ഫയലിൽ തന്നെ സി ഔട്ട് എന്ന് പറഞ്ഞ സ്ട്രീം ഒബ്ജക്റ്റ് കാണപ്പെടുന്ന ഒരു നെയിം സ്പേസ് ഉണ്ട്, അതിന് STD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ നെയിം സ്പേസ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, യൂസിങ് നെയിം സ്പേസ് STD. നെയിം സ്പേസിൻ്റെ പേര് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ഫംഗ്ഷനെ ഒന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യണം. ഏത് ഫംഗ്ഷനെ? നമ്മുടെ പേര് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിന് നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യണം. പ്രോട്ടോടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ബേസിക് ഇൻഫർമേഷൻ കമ്പൈലറിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 3 കാര്യം ഉണ്ടാവും. ഒന്ന്, ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ ആകെ ഒരു വാല്യൂ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, റിട്ടേൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട ആ വാല്യൂൻ്റെ ടൈപ്പ് ആയിരിക്കണം റിട്ടേൺ ടൈപ്പ്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ പറഞ്ഞ ആ കോഫി മേക്കർ ഒന്നും റിട്ടേൺ ചെയ്യണില്ല, ഒന്നും തിരിച്ച് നമുക്ക് കോഫി ആയിട്ടൊന്നും ഒരു കപ്പിലൊന്നും എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല, അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല. റിട്ടേൺ ഒന്നും ചെയ്യണില്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റിട്ടേൺ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് റിട്ടേൺ ടൈപ്പ് വോയിഡ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂൻ്റെ ടൈപ്പാണ് പറയേണ്ടത്.
ചില ഫംഗ്ഷൻസ് ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യാം, അപ്പോൾ അവിടെ വോയിഡിന് വരെ ഇൻ്റ് ആയിരിക്കും. ചില ഫംഗ്ഷൻസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യണം, അവിടെ നമ്മൾ വോയിഡിന് വരെ എന്ത് എഴുതണം, ഫ്ലോട്ട് എഴുതണം. ഇനി ചില ഫംഗ്ഷൻസ് ക്യാരക്ടർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യണം, അവിടെ ക്യാർ എന്ന് എഴുതണം. ചില ഫംഗ്ഷൻസ് ഡബിൾ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യണം, അവിടെ ഡബിൾ എന്ന് എഴുതണം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ കോഫി മേക്കറിനെ സംബന്ധിച്ച് കോഫിയാണ് റിട്ടേൺ ചെയ്യണത്, അങ്ങനെയാണെങ്കിൽ അവിടെ വോയിഡിന് വരും കോഫി എന്ന് എഴുതുക. ഇനി ടീ മേക്കറിനെ സംബന്ധിച്ച് നോർമൽ കേസിൽ ടീ ആണ് റിട്ടേൺ ചെയ്യണം, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ടീ എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യണം അതിൻ്റെ ടൈപ്പാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് ഫംഗ്ഷൻ്റെ നെയിമാണ്, ഒരു സ്പേസ് കഴിഞ്ഞിട്ട്. ഈ ഫംഗ്ഷൻ നെയിം നമുക്ക് ഈ പ്രോഗ്രാമിൽ പ്രത്യേകിച്ചൊന്നും അവർ പറയാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ വെറുതെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാണ് പേര് കൊടുക്കുന്നത്, എന്ത് പേരും നമുക്ക് കൊടുക്കാം കേട്ടോ, ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഇത് കീവേഡൊന്നും ഡിസ്പ്ലേ കീവേഡൊന്നും അല്ലാത്തതുകൊണ്ടാണ് അത് വെറുതെ ബ്ലാക്ക് കളറിൽ കാണിച്ചത്. കീവേഡ്സ് എല്ലാം ഇവിടെ ഡാർക്ക് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഓക്കെ, ഡിസ്പ്ലേ എന്ന് പറയുക. ഇനി സിമ്പിൾ ബ്രാക്കറ്റിൽ, ആ സിമ്പിൾ ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കേണ്ടത് ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പാണ്, ഏതൊക്കെ ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ് ആണെന്ന് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേസിൽ ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് എഴുതിയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വേണം ബ്രാക്കറ്റിൻ്റെ അകത്ത് വോയിഡ് എഴുതാം, എന്നിട്ട് സെമിക്കോൺ ഇടാം. ഇതാണ് പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ ഇവിടെ വോയിഡിന്ന് റിട്ടേൺ ടൈപ്പ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് അല്ല കേട്ടോ, റിട്ടേൺ ടൈപ്പ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ഇവിടെ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പാണ് പറയേണ്ടത്. അപ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് ഒന്നുമില്ലെങ്കിൽ നമ്മളവിടെ വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ അവന് വോയിഡ് എന്ന് എഴുതിയാലും കറക്റ്റാണ്, ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മൾ ഫംഗ്ഷനിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിനാണ് അവിടെ ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ടീ മേക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ കോഫി മേക്കർ ആണെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ, മിൽക്ക്, ഈ പറഞ്ഞ വാട്ടർ, പിന്നെ അതുപോലെ തന്നെ ഷുഗർ, കോഫി പൗഡർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈ ബ്രാക്കറ്റ് നമുക്ക് എഴുതണം. അങ്ങനെ കൊടുക്കുന്ന വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എഴുതണം. മനസ്സിലായി? എന്തൊക്കെ ടൈപ്പ് വാല്യൂസാണ് കൊടുക്കുന്നത് അതിൻ്റെ ടൈപ്പ് എഴുതണം. ഇപ്പോൾ 2 ഇൻറ്റിജർ വാല്യൂ ആണ് ഇൻറ്റു കോമ ഇൻറ്റ് എന്ന് എഴുതാം. ഇനി 1 ഇൻറ്റിജർ വാല്യൂ ആണ് ഇൻറ്റ് എന്ന് എഴുതാം. ഇനി 2 ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ് ഫ്ലോട്ട് കോമ ഫ്ലോട്ട് എന്ന് എഴുതാം. ഇനി ഇൻറ്റിജർ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ് ഇൻറ്റ് കോമ ഫ്ലോട്ട് എന്ന് എഴുതാം. ഒരു ക്യാരക്ടറും ഡബിളും ആണ് ക്യാർ കോമ ഡബിൾ എന്ന് എഴുതാം. അങ്ങനെ എന്ത് രീതിയിലും 1, 2, 3 എത്ര എനി നമ്പർ ഓഫ് വാല്യൂസ് ക്യാൻ ബി പാസ്ഡ് ടു എ ഫംഗ്ഷൻ. ദോസ് വാല്യൂസ് ആർ നോൺ ആസ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂസിനെ പറയുന്നവരാണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. അത് എത്ര വേണമെങ്കിലും കൊടുക്കാം, ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, അത് നമ്മുടെ താല്പര്യമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളാക്കാൻ വേണ്ടി ഞാൻ ഈ ആർഗ്യുമെൻറ്റ്സ് അല്ല പാരാമീറ്റേഴ്സ് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. മനസ്സിലായി? വെറുതെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ്. ഞാൻ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇതൊന്നും നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആവശ്യമില്ല, ഞാൻ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇതിന് വേറെ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇത് നമ്മുടെ ഫംഗ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കോഫി മേക്കർ മെഷീനെ കുറിച്ചുള്ള വെറുതെ ഒരു നോട്ടീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ലേബൽ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കണം, എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് മനസ്സിലാകണം. ഇപ്പോൾ ഇവിടെ C++ൽ ഇത് കമ്പൈലർക്ക് മനസ്സിലാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്, അതൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല, ഇത് ആർഗ്യുമെൻറ്റ്സ് ഒന്നും സ്വീകരിക്കുന്നില്ല എന്നൊരു മെസ്സേജ് ആർക്ക് കിട്ടണം, ഈ കമ്പൈലർക്ക് കിട്ടണം. അതാണ് ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ റോൾ. അല്ലാതെ ശരിക്കും ഒരു ഫംഗ്ഷൻ അല്ല, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു മോഡൽ മാത്രമാണ്. ഇതെപ്പോഴും സെമിക്കോളനിലായിരിക്കും എൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത്രയായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് മെയിൻ ഫംഗ്ഷനാണ് എടുത്ത് വേണ്ടത്. ഞാൻ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നാം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന് താഴത്തോട്ട് പോകും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പോകാം. ഡിഫിനിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു ഫംഗ്ഷനെ ആക്ച്വലായിട്ട് ആ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം പറയുന്നതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നമുക്കൊരു കോഫി മേക്കർ ഉണ്ടെങ്കിൽ ആ കോഫി മേക്കറാണ്, അതാണ് ഫുള്ള് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലേ. അപ്പോൾ ആ റിയൽ ആയിട്ടുള്ള കോഫി മേക്കറാണ് അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്, ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഇതാണ്, റിട്ടേൺ ടൈപ്പ്. അത് നേരത്തെ നമ്മൾ പ്രോട്ടോടൈപ്പിൽ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺ ചെയ്യാത്തുണ്ട് വോയിഡ്. പിന്നെ ഫംഗ്ഷൻ നെയിം ഡിസ്പ്ലേ. ഇനി ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അല്ല, പാരാമീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെ ഒരിക്കലും നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ സെമിക്കോളനിട്ട് നിർത്തില്ല. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഓൾറെഡി നമ്മൾ സെമിക്കോളനിട്ട് നിർത്തും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇവിടെ തീരുന്നില്ല. ഇതിന് താഴത്ത് വന്നിട്ട് നമ്മൾ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ് ഇടണം. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തിന് നമ്മൾ പറയുന്നവരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തിനാ ഇത് ഉപയോഗിക്കണം, നിങ്ങളുടെ നെയിം ഡിസ്പ്ലേ ആണല്ലേ. അപ്പോൾ ഞാൻ വെറുതെ
സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം ഡിസ്പ്ലേ. മനസ്സിലായോ? ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് കൊടുക്കുന്നു വിചാരിച്ചു. എൻ്റെ പേര് കൊടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കുക കേട്ടോ. നവീൻ എന്ന് കൊടുത്ത് സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്ത് ഇത്രയും കാര്യം കൊടുത്തു, ക്ലോസ് ചെയ്തു, സിമ്പിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. എന്തെങ്കിലും റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതണം. മനസ്സിലായോ? RETUR എന്ന് പറഞ്ഞ് റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതിയാലേ ഈ ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. അങ്ങനെ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് പറഞ്ഞിട്ട് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പ് ആവും. അപ്പോൾ ഈ കേസിലൊന്നുമില്ല. അപ്പോൾ ഇത്രയും നമ്മുടെ ഫംഗ്ഷനുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പായി, ഫംഗ്ഷൻ ഡെഫിനിഷനായി. പക്ഷേ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ കോഫി മേക്കർ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക. അതിനെന്ത് വേണം? ഓൺ ഓഫും ചെയ്യാൻ, അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ ഒരു സ്വിച്ച് വേണം. ഓൺ ചെയ്താൽ മതി, കോഫി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളൂ. അതങ്ങനെയാണല്ലോ, അത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കോഫിക്കുള്ള അത്ര ടൈമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? അത് ഓൺ ചെയ്യിക്കാൻ പോവുക. അപ്പോൾ ഓൺ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്ത് മാത്രമേ അത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നേരെ വരില്ല. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മെയിൻ ഫംഗ്ഷനകത്ത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വേണം ഇത് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് എടുക്കുക. ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞത് ഈ ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എഴുതിയത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് കൊടുക്കുന്നു. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇത് നമുക്ക് മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോവാം. ഞാനിത് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചൊന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോട്ടോടൈപ്പ് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യണേ, നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിനി മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ആദ്യം കാണിച്ചത് കേട്ടോ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇൻറ്റ് മെയിൻ, അങ്ങനെയല്ലേ നമ്മൾ ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ടൈപ്പ് ആയിട്ട് കൊടുക്കണം മെയിൻ ഫംഗ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിക്കാണും എന്തുകൊണ്ടാണ് മെയിൻ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് വരാമെന്ന് മനസ്സിലായി അല്ലേ? അവസാനം റിട്ടേൺ 0 എന്ന് പറഞ്ഞ വാല്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് വന്നത്. ഈ മെയിൻ ഫംഗ്ഷൻ നമുക്കൊന്നും ചെയ്യേണ്ട, നമുക്ക് ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്ന് എന്ത് ചെയ്താൽ മതി, വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ അതിന് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, ഫംഗ്ഷൻ്റെ പേര് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ എന്ത് കൊടുത്തു, നമ്മൾ ഡിസ്പ്ലേ എന്ന് മാത്രം കൊടുത്തു. ഇത്ര മാത്രം മതി, ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി, അത് വർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ലാസ്റ്റ് ഒരു 0 വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഈ ഓരോ ലൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പേസ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ഓരോന്ന് കുറച്ച് വേർതിരിച്ചറിയണമെങ്കിൽ വേണമെങ്കിൽ സ്പേസ് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കാം. ഇത്രയും കാര്യം മതി. അപ്പോൾ ശരിക്കും കമ്പയൽ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ കമ്പയൽ ചെയ്തിട്ടില്ല, കമ്പയൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ തൊട്ട് ഫസ്റ്റ് ലൈൻ തൊട്ട് ഈ ലാസ്റ്റ് ലൈൻ വരെ കമ്പയലാവും. 1 2 3 എന്ന് പറഞ്ഞിട്ട് എല്ലാം കമ്പയലായിട്ട് ബൈനറി ആവും. കമ്പയൽ ചെയ്യുമ്പോൾ ബൈനറി ആണല്ലോ ആകണേ. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഇവിടെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ നിന്നാണ് എക്സിക്യൂഷൻ തുടങ്ങുന്നത്. മെയിൻ ഫംഗ്ഷൻ്റെ ഇവിടെ നിന്നാണ് എക്സിക്യൂഷൻ തുടങ്ങുന്നത്. പിന്നെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മെയിൻ ഫംഗ്ഷൻ ഔട്ട് സൈഡ് വരും. അത് പറയാം കേട്ടോ. അപ്പോൾ ഇത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയെന്ന് ചോദിച്ചു, വർക്ക് ചെയ്യുവാണ്. വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ തൊട്ടാണ് വർക്കിംഗ് തുടങ്ങണം അല്ലേ. ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് പേര് എഴുതിയില്ല കേട്ടോ, അതും കൊണ്ടൊന്ന് എഴുതിയേക്കാം. ഇത് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യിക്കണമെങ്കിൽ അതിൻ്റെ സ്വിച്ചാണ് ഏതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ ഇൻവൊക്കേഷൻ എന്ന് പറയും കേട്ടോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഫംഗ്ഷൻ കോൾ. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യം വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫംഗ്ഷൻ കോൾ ഡിസ്പ്ലേ ഫംഗ്ഷനല്ലേ, ആ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഓൺ ചെയ്യാൻ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഈ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണോ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എവിടെയാണോ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തോട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോകും. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ്. മനസ്സിലായി? ഇങ്ങോട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഔട്ട് സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ട് മെയിൻ ഫംഗ്ഷൻ്റെ ഔട്ട് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഈ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ വരും. ഇവിടെയാണ് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉള്ളത്. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൺട്രോൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിൽ തന്നെ ചെല്ലും. എന്നിട്ട് അവസാനം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് കൺട്രോൾ ഔട്ട് സൈഡിൽ വന്നിട്ട് ഇവിടെ ഈ ഫംഗ്ഷനിൽ വരും. വന്നിട്ട് ഇവിടെ ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നിട്ട് സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണം, നവീൻ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പറയും, നവീൻ എന്ന് പറഞ്ഞൊരു പേര് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇവിടെ ക്ലോസിങ് ബ്രാക്കറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ക്ലോസിങ് കേർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസിങ് ബ്രേസ് വരുമ്പോൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ച് ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ആ കോഫി മേക്കർ
നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഓഫ് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ സ്റ്റേറ്റിലോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആ കൺട്രോൾ തിരിച്ച് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. അത് ഓൾറെഡി എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ റിട്ടേൺ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് അതിൻ്റെ റോളൊന്നുമില്ല. അങ്ങനെ തിരിച്ച് വരും. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ 0 അല്ലേ, നമുക്കറിയാം 0 വാല്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പോകുന്നതാണ്. എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ആവും. അവിടെ വെച്ച് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തീരും. മനസ്സിലായോ? ഇവിടെ വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ചെയ്യുമൊന്നുമില്ല, റിട്ടേൺ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ചെയ്യാനില്ല. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് റിട്ടേൺ 0 വാല്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പോകും. അത് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. അവിടെ എന്ത് ചെയ്തു? എക്സിക്യൂഷൻ തീർന്നു. നമുക്കിതൊന്ന് കമ്പൈലും ബിൽഡൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനത് കുറച്ച് ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ഒന്ന് ഇങ്ങോട്ട് മേളിലോട്ടാക്കുവാണ്. കമ്പയർ ചെയ്യാം. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ചൊന്നും എറർ ഇല്ല. പിന്നെ ബിൽഡ് ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയാണ് ബിൽഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? നവീൻ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഈ ഔട്ട്പുട്ട് ഈ നവീൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെ പോയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് വഴി വെളിയിൽ പോയി, എന്നിട്ട് വെളിയിൽ നിന്നാണ് ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ നവീൻ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നത്. തിരിച്ചങ്ങോട്ട് വരും. ഈ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് റിട്ടേൺ 0 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തീരും. മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ വെച്ച് തീരും? മെയിൻ ഫംഗ്ഷൻ തീരും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പോകുക വെച്ചിട്ടുണ്ട്. ഇതാണ് സിമ്പിളായിട്ട് നിങ്ങളുടെ പേര് ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ. നമുക്ക് ഔട്ട്പുട്ടും കിട്ടി അല്ലേ? ഓക്കെ, താങ്ക് യു.